പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ലോക രക്തദാന ദിനാഘോഷത്തിന് വേദിയായി മാണിക്യമംഗലം NSS ഹയർ സെക്കൻഡറി സ്കൂൾ. ആലുവ ജില്ലാ ആശുപത്രിയും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക രക്തദാന ദിനാഘോഷത്തിന് വേദിയായി മാണിക്യമംഗലം NSS ഹയർ സെക്കൻഡറി സ്കൂൾ, ആലുവ ജില്ലാ ആശുപത്രിയും ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ രക്തം കൊടുക്കുമ്പോൾ ഒരു ജീവിതം തന്നെയാണ് നമ്മൾ രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ജീവനെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെയോ ഒക്കെയാണ് നമ്മൾ സഹായിക്കുന്നത്. ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിക്കും അത് കൊടുക്കാൻ കഴിയും. പലരും അതിനെ സംബന്ധിച്ചിട്ടുള്ള മുൻവിധികൾ അല്ലെങ്കിൽ ആശങ്കകളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഒരു ശരാശരി ആരോഗ്യമുള്ള മനുഷ്യർക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പരമാവധി ആളുകൾ അതിന് സന്നദ്ധമായി കടന്നു വരണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു ദിനവും അതിനോടനുബന്ധിച്ച് ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ ദിനം ഏറ്റവും ഭംഗിയായി നിരവധി രക്തദാതാക്കളെ കണ്ടെത്തി രക്തദാനം ഒരു പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് ഈ പരിപാടി ഏറ്റവും വിപുലമാകാൻ, ഏറ്റവും ഭംഗിയായി സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നമ്മുടെ NSS സ്കൂളിനെ, ഇവിടുത്തെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിനെ, അതുപോലെ തന്നെ ഇതുമായി ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ശ്രീ KG രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഒക്കെ, അതുപോലെ തന്നെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, നമ്മുടെ NSS താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഈ സ്കൂളിനെ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്തുന്ന പ്രവർത്തനങ്ങളെയൊക്കെ ഓർക്കുകയാണ്. ഇവിടുത്തെ PTA ഉൾപ്പെടെ നടത്തുന്ന പ്രത്യേകമായ ഇടപെടലുകളെല്ലാം ഓർത്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മധു മുഖ്യപ്രഭാഷണം നടത്തി. രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം NSS ആലുവ താലൂക്ക് യൂണിയൻ അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ J ഹരികുമാർ നിർവഹിച്ചു. ചടങ്ങിൽ ലോക രക്തദാന ദിന പ്രതിജ്ഞയും ചൊല്ലി. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ 35ാമത് രക്തദാന ക്യാമ്പാണ് ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ നടന്നത്. കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൗളി ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രസ്യ തങ്കച്ചൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജിൻഡോ ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന ദേവസിക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗം PR മോഹനൻ എന്നിവർ സംസാരിച്ചു. രക്തത്തിൽ ഗ്രൂപ്പുകളെ തിരിച്ചറിഞ്ഞ, ഗ്രൂപ്പുകളുണ്ടെന്ന് കണ്ടെത്തിയ കോൾ ആൻഡ് സ്റ്റെയ്നർ എന്ന ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് രക്തദാതാ ദിനമായിട്ട് അറിയപ്പെടുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ്. മാണിക്യമംഗലത്തെ സംബന്ധിച്ചോളം, NSS ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചോളം, അതിലെല്ലാം ഉപരി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിനെ സംബന്ധിച്ചോളം വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. കാരണം 9 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആരംഭിച്ചിട്ട് 9 വർഷത്തിനുള്ളിൽ 35 രക്തദാന ക്യാമ്പുകൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിൽ തന്നെ അപൂർവമായ ഒരു യൂണിറ്റാണ് ഈ സ്കൂളിലെ എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. ഇതിനേക്കാൾ രക്തദാന ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടാകാം, പക്ഷെ അവരാരും 18 വയസ്സിന് താഴെയുള്ളവരല്ല. നമ്മുടെ ഒരു കുട്ടികൾക്കും രക്തദാനം പറ്റുന്നില്ല, അവരെല്ലാം 18 വയസ്സിന് താഴെയാണ്. അതേപോലെ തന്നെ രക്തദാന രംഗത്ത് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ കേരളത്തിലെ ഒരേ ഒരു സ്കൂളിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അത് മാണിക്യമംഗലം NSS ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോ ദേശകാലാന്തരങ്ങൾക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കാൻ കഴിയാത്തതാണ് ഈ ഒരു വലിയ പ്രവൃത്തി എന്നതുകൊണ്ട് ഇതിന് തയ്യാറായി വന്ന, ഇതിന് നേതൃത്വം കൊടുക്കുന്ന, ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ. ആ സ്കൗട്ട് ആൻഡ് ഗൈഡ് നടത്തുന്ന പ്രവർത്തനങ്ങൾ, സ്കൂൾ എടുക്കുന്ന ഇനീഷ്യേറ്റീവ് എല്ലാത്തിനെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ ആലുവ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N വിജയകുമാർ, ബ്ലഡ് ബാങ്ക് ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ മീന ബീബി, സ്കൂൾ പ്രിൻസിപ്പൽ ലതാകുമാരി, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആലുവ ജില്ലാ സെക്രട്ടറി ജോസഫ് പുതുശ്ശേരി, NSS മേഖലാ കൺവീനർ TP വേണു, PTA പ്രസിഡന്റ് VB സിദിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു.
സ്കൗട്ട് മാസ്റ്റർ പി രഘു, ആലുവ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ വിക്ടർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് വിജയകരമായി പൂർത്തിയാക്കിയത്.